ദൈവമേ, അതെ, രാവിലെ ഒരു കുളിസീനി മിസ്സായ. കഞ്ചാവ് ചുമ്മാ വലിച്ചു കയറ്റിയതല്ല, ഇവൻ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ആവി പിടിച്ചാണ്. അതാണ് നീ ഇങ്ങനെ എന്റെ തന്ത എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട്. അയാൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി എല്ലാം പൊട്ടും. അന്തസ്സുള്ള കുടുംബത്തെ പറഞ്ഞാൽ മാത്രമേ നല്ല അന്തസ്സുള്ള രീതിയിൽ ഇടപെടുത്തുള്ളൂ. അവനെ എറിയാനുള്ള കട്ട്റൂമിന്റെ കൂടാണ്. വലിയ വൈരവോ രത്നമോ എന്തെങ്കിലും വേണം. എന്നെ ഉണ്ടാവ് കമത്തി വെച്ചേക്കുന്നു. എന്റെ അക്കാമ നഷ്ടപ്പെട്ടു. അക്കാമില്ലാത്ത ഒരാളുമായിട്ടാണ് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ വീട്ടിൽ വിളിച്ച് അപ്പം തന്നെ അവളുടെ അടുത്ത് കാര്യം പറഞ്ഞു. അവള് പറഞ്ഞു, ചേട്ടൻ കാര്യം ചെയ്യും, പട്ടരവളയിലെ രാജൻ ചേട്ടന്റെ റൂംമേറ്റ് അല്ലേ, തൽക്കാലം നമുക്ക് അവന്റെ അക്കാമ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുട്ടികളുടെ അക്കാമ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പെണ്ണുമ്പിള്ളേ എന്നെ കുടുംബത്തിൽ കൊള്ളാമോ? എടാ പോടാ, ഒരു നല്ല കാര്യം ചെയ്തപ്പോ നീ എന്നെ തെറി വിളിക്കണല്ലേ? ശരിയായി തരടാ, നിനക്കുള്ള പണി ഞാൻ വെച്ചോട്ടടാ. എടാ ഇത് കണ്ട, ഇത് വെറും ബോണ്ടയും പഴപ്പൊരിയും ഒന്നും അല്ലടാ, ഇതേ നല്ല കട്ട്റൂമിന്റെ കൂടാടാ. കൂട് എന്നെങ്കിലും നിന്റെ ബാക്കിൽ ഞാൻ ഇത് എറിയും. ഇത് എറിയുമ്പോൾ നീ കട്ട്റൂമിന്റെ കടയും കൊണ്ടിട്ട് ഇങ്ങനെ ഡിസ്കോ ഡാൻസ് കളിക്കുന്നത് എനിക്ക് കാണണ്ടടാ. പിന്നെ ഇതേ കട്ട്റൂമ്പ് എൻ്റെ തന്ത എന്ന് പറയുന്ന സാധനം ഇവിടെ ഉണ്ട്. അയാൾ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി എല്ലാം പൊട്ടും. പൊട്ടി കണ്ണട എവിടെടാ? എന്റെ കണ്ണട എവിടെ? എന്റെ കണ്ണട എവിടെയെന്ന്? കണ്ണട അച്ഛൻ്റെ കണ്ണട നീ എടുത്ത് വെച്ചേക്കുന്നേ. കണ്ണട ഊരടാ, ഇതെന്റെ. ദൈവമേ, അതെ, രാവിലെ ഒരു കുളിസീനി മിസ്സായതാ. കണ്ണടല്ലേ, എനിക്കും കറക്റ്റ് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ്. നീ കാണണ്ട, നീ നിന്റെ കണ്ണട നിനക്ക് ഞാൻ മേടിച്ചു തന്നിട്ടുണ്ടല്ലോ, അത് നീ എടുത്ത് വെച്ചാൽ മതി കേട്ടോ. അത് പൊട്ടിച്ചെന്ന്. ഇവിടെ എന്താണ് ഒരു ബഹളം കേട്ടത്? ഞാൻ അവിടെ നിന്നപ്പോ ഇവിടെ എന്തോ ഒരു ബഹളം കേട്ടല്ലോ. ഞാൻ കേട്ടില്ലല്ലോ. ഞാൻ കേട്ടല്ലോ. എന്താ അവിടെ ഒരു ബഹളം കേട്ടത്? നീ എന്താ അവനായിട്ട് എന്താ പ്രശ്നം? അതാണ് ആരെങ്കിലും ഇത് ചെയ്യാൻ പറ്റുമോ വെച്ചാ? എന്താ നീ കാര്യം പറഞ്ഞ? നമ്മളെ പ്രമോദില്ലേ, പ്രമോദ്, ആ പ്രമോദിന്റെ വീടിന്റെ നേരെ തുളസി ചെടി ഇല്ലേ, അതിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ തുളസി ചെടി, ആ തുളസി ചെടി ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു. അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമല്ലേ? പിന്നെ ഒരു തുളസി ചെടിക്ക് വെള്ളം ഒഴിക്കാന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്, പുണ്യ പ്രവൃത്തിയാണ്. തോളിൽ തട്ടി അഭിനന്ദിക്കണം. ആണോ? പക്ഷെ എന്റെ തോളിൽ അടിച്ചിട്ടാവാ അഭിനന്ദിച്ചത്. അടിച്ചോവൻ പോരാത്തതിന് പച്ചത്തറി. അവനെ ഞാനുണ്ടല്ലോ, എന്റെ മോന്റെ ദേഹത്തോടാറായി. അവനെ ഞാൻ ചോദിക്കുമല്ലോ. ചോദിക്കണം. പോട്ടെ, നീ എന്ത് വെള്ളമാണ് ഒഴിച്ചത്? അച്ഛൻ ചന്തന്ന് മേടിച്ചു കൊടുന്ന മീനില്ലേ, മീന് അത് കഴുകിയ വെള്ളം. അത് കഴുകിയ ഈ കൈ കാണിക്കടാ. ഒന്നില്ല. ഈ കൈ കാണിക്കടാ. ആ കൈ കാണിക്കടാ. ഇടാ, ആ കൈ കാണിക്കടാ. രണ്ട് കൈ ഒരുമിച്ച് കാണിക്കാൻ. എന്തുവാടാ ഇത്? എടാ എന്തോന്നാന്ന് ഇത്? അവനെ എറിയാനുള്ള കട്ട്റൂമിന്റെ കൂടാണ്. കട്ട്റൂമിന്റെ കൂട് കൊണ്ട് കിടക്കുന്നു. പ്രതികാരം ചെയ്യാൻ വേണ്ടി. കളയടാ അത്. ആ കൂട് കളയടാ. ആ കൂട് അങ്ങോട്ട് ഇടറാ. അവിടെ ഇടറാ. കൂടെ ഇടറാ അങ്ങോട്ട്. ഇനി ഈ ഇവിടെ പ്രതികാരമൊന്നും പകയെന്നും പറഞ്ഞ് ഈ കൂട് കൊടുത്തോണ്ട് എങ്ങാനും കറങ്ങിയ ചൂരലിന് ഞെക്കിച്ചു കേട്ടോ. അവൻ എന്നോട് ചെയ്ത അങ്ങനെ വളർത്തു ദോഷം അല്ലാതെ തോന്നു പറയാൻ. ഞാൻ പ്രമോദാണ് തന്റെ. ഇതെവിടെ പോയി? പണി കൊടുക്കാന്ന് വിചാരിച്ചപ്പോ ഈ സാധനം കിട്ടുന്നില്ലല്ലോ. തന്തകാരൻ പണ്ടാറടക്കാൻ അത് പോയി. കട്ടുറുമ്പേ, എന്നെ ഉണ്ടാവ് കമത്തി വെച്ചേക്കുന്നു. ആരാ? എക്സിക്യൂട്ടീവാ. ഏത് എക്സിക്യൂട്ടീവ്? അല്ല, ഈ സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് അങ്ങനെയൊക്കെ ചെയ്യത്തില്ലേ? ഒന്ന് പോടാ അവിടുന്ന്. മനസ്സിൽ എവിടെ കിടന്നു അത്യാവശ്യമുള്ള സാധനം കാണുന്നില്ല. അപ്പൊ അവൻ സാധനം കയറ്റി ഇങ്ങോട്ട് വന്നേക്കണം വീട്ടിൽ നിന്ന്. എക്സിക്യൂട്ടീവ് അതന്നെ, എനിക്ക് ലുക്കില്ലേ? നമ്മളൊക്കെ വീട്ടിൽ ആരെങ്കിലും വരുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് വർത്താനം പറയും അല്ലേ? ഇത്തരം വൃത്തികെട്ട രീതിയിൽ സംസാരിക്കുന്നത് എടാ, നല്ല കുടുംബത്തെ പറക്കണം, ഇങ്ങനത്തെ നല്ല സ്വഭാവം കാണിക്കണം. മനസ്സിലായോ? അന്തസ്സുള്ള കുടുംബത്തെ പറഞ്ഞാൽ മാത്രമേ നല്ല അന്തസ്സുള്ള രീതിയിൽ ഇടപെടുത്തുള്ളൂ. കേട്ടോ, ചെറ്റ നാറി ചൂര. പറയുന്നില്ല. അയ്യോ, എൻ്റെ വൈദ്യുതി കൊള്ളാല്ലേ സാധനം.
ഞാൻ പോയവൻ്റെ കുടുക്കവല്ലാണ് പൈസ ഇട്ട് കൊടുക്കണം. ഇതാണ് ഇവ ഇത്ര നേരം നോക്കേണ്ടത്. എടാ വിധി എനിക്കാ, അതാണ് വിചാരിച്ചാൽ മതി. നീ വലിയ വൈരവോ രത്നമോ എന്തെങ്കിലും വേണം കുലുക്കുന്നുണ്ട്. ഇവിടെ വെച്ച ബഡ്ജി ബാഗി വെച്ച കഴിഞ്ഞ ദിവസത്തെ പോലെ ബാഗി നടിച്ചോണ്ട് പോകും. ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം. യെസ്, ആ ഹലോ, ഞാൻ പോണേട്ടാ മോനെ. ചെറുക്കന് തുറന്ന് കിടക്കാൻ പേടിച്ചു പോയി പെട്ടെന്ന്. കഞ്ചാവ് ചുമ്മാ വലിച്ചു കയറ്റിയതല്ല, ഇവൻ കഞ്ചാവ് കൂട്ടിയിട്ട് കത്തിച്ചിട്ട് ആവി പിടിച്ചാണ്. അതാണ് നീ ഇങ്ങനെ ഞാൻ എക്സിക്യൂട്ടീവ് ആണ്. നീ എക്സിക്യൂട്ടീവാ? എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് പറഞ്ഞാൽ നമ്മുടെ മറ്റേ ഇത് വീട്ടിലെ ഒരു സാധനം കൊണ്ട് കൊടുത്തിട്ട് ഇൻസ്റ്റാൾമെന്റിന് വരുന്ന വെച്ചിട്ട് വെള്ളിയാഴ്ച നാച്ചി. വെള്ളിയാഴ്ച മാസമല്ല, ഞാൻ എക്സിക്യൂട്ടീവ്. ഓ, നീ അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞു, ഞാൻ എന്റെ മലയാളം പറഞ്ഞു, അതേ ഉള്ളൂ അതിന്റെ ഒരു വ്യത്യാസം. എന്തിനാ ഇവിടെ കിടന്ന് കിടക്കണേ? അല്ല, ഞാനിപ്പോ ഇവിടെ വന്നിട്ട് മോൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അവനോട് പറഞ്ഞിട്ട് അവന് മനസ്സിലായില്ല. എന്താ മനസ്സിലാകത്ത്? അല്ല, ഞാൻ പറഞ്ഞായിരുന്നു. എന്ത് പറഞ്ഞായിരുന്നു? എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞായിരുന്നു. നിന്നെ ഞാൻ എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ചേട്ടനെ ഞാൻ എവിടെയോ കണ്ട പരിചയമുണ്ടല്ലോ. നീ എവിടെയാ താമസം? ചേട്ടൻ മറ്റേ കോണത്ത് കോണത്ത് കുന്നില് താമസിച്ച വാടക താമസല്ലേ ചന്ദ്രൻ ചേട്ടൻ? അതെ, നിങ്ങളുടെ വീടിന് 3 അപ്പുറത്തെ വീട്ടില് ഞാൻ താമസിച്ചത്. മറ്റേ നമ്മുടെ ഡ്രൈവർ മണിയന്റെ മോൻ ദീപു. ദീപുവാണോ നീ? എടാ, എനിക്ക് നിന്നെ കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല. അന്ന് കാണുമ്പോ ഇത്രല്ലേ ഉള്ളൂ. പിന്നെ വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയാണോ? അച്ഛൻ മരിച്ചു പോയായിരുന്നു. അച്ഛൻ മരിച്ചോ? അയ്യോ, എങ്ങനെ? മണിയനാ? എങ്ങനെ മരിച്ചേ? അച്ഛൻ ഭയങ്കര ഡ്രൈവർ ആയിരുന്നല്ലോ, അറിയാലോ. ഓ, എനിക്കറിയാം. പെർഫെക്റ്റ് ഡ്രൈവിംഗ്. അച്ഛൻ ഭയങ്കര പെർഫെക്റ്റ് ഡ്രൈവിംഗ് ആണ്. നിയമം നോക്കിയിട്ട് ഡ്രൈവിംഗ് ചെയ്യുള്ളൂ. അപ്പൊ അച്ഛൻ ഒരു ദിവസം ഈ തെങ്ങിന്റെ മുകളിൽ തേങ്ങ ഇടാൻ വേണ്ടിട്ട് പോയി, ചമ്മന്തി അരക്കാനായിട്ട്. തെങ്ങിന്റെ മുകളിൽ ചമ്മന്തി അരക്കാൻ കയറി? പിന്നെ തെങ്ങിന്റെ മുകളിൽ തേങ്ങ ഇട്ടിട്ടാണ് ചമ്മന്തി അരക്കാൻ. അപ്പൊ കയറിയായിരുന്നു. അപ്പൊ കേറി അങ്ങ് ചെല്ലുമ്പോ ഒരു അണ്ണ താഴോട്ട് വരുന്നു. അയ്യോ. അപ്പൊ അച്ഛൻ പെർഫെക്റ്റ് ഡയറക്റ്റ് അതെ, നിയമങ്ങൾ പാലിക്കുന്ന ഒരു ഡ്രൈവർ ആണല്ലോ. അപ്പൊ അച്ഛൻ ഈ അണ്ണാന് സൈഡ് കൊടുത്തു. അണ്ണാന് സൈഡ് കൊടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൈയും ഒരു കാലും പിടിച്ചിട്ട് ഒരു കൈയും ഒരു കാലും വിട്ടിട്ട് അണ്ണാന് സൈഡ് കൊടുത്തു. അണ്ണാൻ താഴേക്ക് പോയി, അച്ഛൻ മേളിലോട്ടും വീടും മരണമെന്ന് കേട്ടിട്ടേ ഉള്ളൂ. കിടുമരണമായിരുന്നു. എന്തായാലും അതൊക്കെ ഇരിക്കട്ടെ. പിന്നെ ഇപ്പൊ എന്താണ് നിന്റെ പരിപാടി? ഇപ്പൊ ഇതൊക്കെ നടക്കുകയാണ്. ഞാനും കുറെ കാലം ഇവിടെ ഒന്നും ഇല്ലായിരുന്നടാ, ഞാൻ പുറത്തായിരുന്നു. എടാ, ഞാൻ ദമാമിലായിരുന്നു. ആ, ദമാമിലും അവിടെ ഒരു ഗുദാമിലായിരുന്നു. ഇവിടെ എന്നെ ഒരു ഏജന്റ് ടീം പണി പറ്റിച്ച് അവിടെ കൊണ്ട് ഇട്ടതല്ലേ. എന്നിട്ട് എന്ത് ചെയ്യാൻ, പോയതിനേക്കാളും സ്പീഡ് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അവിടെ പോയപ്പോഴേ ചെറിയൊരു അബദ്ധം പറ്റി. എൻ്റെ അക്കാമ നഷ്ടപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി. എന്തൊരു വേദനയാണെന്ന് അറിയാമോ? പക്കാമില്ലാത്ത ഒരാളുമായിട്ടാണ് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അത് എന്ത് ചെയ്യാ, കൈമോശം വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞു. ഇത് എങ്ങനെ സംഭവിച്ചെന്ന് അറിയാമോ? എനിക്കാണെങ്കിൽ അവിടെ ഈ ഒട്ടകത്തിന്റെ നഖം പെട്ടായിരുന്നു പണി. ഒരു ദിവസം രാവിലെ ഞാൻ ഈ ഒട്ടകത്തിന്റെ നഖമൊക്കെ വെട്ടി അതിന് ക്യൂടെക്സ് ഇട്ട് കൊടുത്തിട്ട് ഇതിന്റെ മൂട്ടിൽ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഈ സമയത്ത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ ഒട്ടകം വന്ന് എന്റെ അക്കാമയും കടിച്ചോണ്ട് പോയി. അവനെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? എല്ലാ ദിവസവും വെജിറ്റേറിയൻ അല്ലേ ഇത് കഴിക്കുന്നത്? നോൺ വെജ് കണ്ടപ്പോ എന്നാലും അത് ശരിയല്ലേ? എന്റെ അക്കാമയെ കിട്ടിയോളൂ അതിന് കടിക്കാൻ. ചേച്ചിയോട് പറഞ്ഞത് ഞാൻ വീട്ടിൽ വിളിച്ച് അപ്പം തന്നെ അവളുടെ അടുത്ത് കാര്യം പറഞ്ഞു. അപ്പം അവൾ പറഞ്ഞു, നിങ്ങൾക്ക് വേദനിച്ചില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വേദനിച്ച് ഞാൻ നീറിയാണ് നിൽക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ കാര്യം പറഞ്ഞു. അവൾ എനിക്കൊരു ഉപകാരം, അതിൻ്റെ ഒരു പരിഹാരം പറഞ്ഞു തന്നു. അവൾ പറഞ്ഞു, ചേട്ടൻ ഒരു കാര്യം ചെയ്യും, പട്ടരവിളയിലെ രാജൻ ചേട്ടൻ്റെ റൂംമേറ്റ് അല്ലേ, തൽക്കാലം നമുക്ക് അവൻ്റെ അക്കാമ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എന്താ അക്കാമയില്ലെന്ന് പറയുമ്പോ കൂട്ടുകാരുടെ അക്കാമ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന പെണ്ണുമ്പിള്ള എന്നെ കുടുംബത്തിൽ കൊള്ളാമോ? നീ ഇതെന്താ പറഞ്ഞു പോണത്? അക്കാമ എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത്. അക്കാമ എന്ന് പറഞ്ഞാൽ എന്താണ് നിന്റെ വിചാരം? എനിക്കറിയാതെ. എടാ, അത് എന്താന്ന് വെച്ചാൽ നീ പറ. നീ വേറെ ഏതോ റൂട്ടിലേക്ക് നീ കയറി പോവാണ്. അക്കാമ എന്ന് പറഞ്ഞാൽ എന്താണ് നീ പറഞ്ഞ? ഞാൻ കേക്കട്ടെ, പറ.
കേട്ടോനെ എടാ അക്കാമെന്ന് പറഞ്ഞാൽ അതല്ല നിന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നല്ലേ. എടാ അക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യാനുള്ള ലൈസൻസ് അതിനെയാണ് അക്കാമെന്ന് പറയുന്നത്. അതിനാണ് പറയുന്നത്. ചിന്തിച്ചങ്ങ് കൂട്ടേണവൻ. നീ എവിടെ പോണ്? ഇവിടെ ഇത്ര നാൾക്ക് ശേഷം നിന്നെ കാണുന്ന നിക്കവിടെ. പിന്നെ എന്റെ മോനെ കണ്ടാ നീ? കണ്ടോ? ഇവിടെ ഭയങ്കര കുസൃതിയാ. ആണോ? ഞാൻ വന്നപ്പോ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ഇവനെ അപ്പുറത്തെ വീട്ടിലെ സതീഷിന് പണി കൊടുക്കാൻ വേണ്ടി ഒരു ചുവന്ന പേപ്പറിൽ ഒരു കട്ട്റൂമിന്റെ കൂടും പൊതിഞ്ഞോണ്ട് നടക്കുക. ഞാൻ പിന്നെ പിടിച്ചു വാങ്ങിച്ച് ഇവിടെ അവിടെ എടുത്താൻ കളഞ്ഞു. കട്ട്റൂമിന്റെ കൂടെടാ ഒരു ചുവപ്പ് കൂടെ അവൻ പൊതിഞ്ഞോണ്ട് നടന്നു. അതെ ഞാൻ പിടിച്ചു വാങ്ങിച്ച് കളഞ്ഞത് ഇപ്പൊ കാണുന്നില്ല ഇവിടെ. എന്താ നീ എവിടെ പോകുന്നു? കാര്യങ്ങൾ ചോദിക്കുന്നത്. എന്ത് മീറ്റിംഗ്? ഇവിടെ മീറ്റിങ്ങിനൊക്കെ അവിടെ ആൾക്കാരൊക്കെ എത്തുമ്പോ ലേറ്റ് ആവും. എത്തിയോ? എന്തായാലും നീ നിക്ക്, ഞാൻ ചോദിക്കട്ടെ. നീ നിക്ക്, ഞാൻ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടാ. നിക്കാൻ പറഞ്ഞില്ല. എന്ത് മീറ്റിങ്ങിന് പോവാന്ന് നീ നിക്കാൻ പറഞ്ഞില്ലേ? നിക്കാൻ പറഞ്ഞില്ലേ? നിക്ക്, ഞാൻ വിശേഷങ്ങൾ ചോദിക്കട്ടെ. ചോദിച്ചെല്ലാം അറിഞ്ഞിട്ട് പോയാ മതി. എടാ പണ്ട് നമ്മൾ ആ കോണാത്ത ഹൗസിൽ താമസിച്ചിരുന്നില്ലേ? അപ്പൊ നമ്മുടെ വീടിന്റെ പുറകിൽ ഒരു മുട്ട കുന്നുണ്ടായിരുന്നല്ലോ. രണ്ടെണ്ണം ഉണ്ടായിരുന്നു. എടാ അവിടെ ഇപ്പൊ കൃഷി ഇറക്കിയ പോകൂടാ? അതെന്താ? അവിടെ ഉറുമ്പ് കയറി അർമാദിച്ചോണ്ടിരിക്കുക. കഷ്ടമായി പോയല്ല. അതുപോലെ ഈ മണിയണ്ണനെ നിന്റെ അച്ഛനെ മൊത്തം എത്ര 3 മക്കളല്ലേ? നീയല്ലേ മൂത്തത്? നിന്റെ താഴെയുള്ള രണ്ടുപേരും എന്ത് ചെയ്യണടാ? അവരുടെ കാര്യം ആലോചിച്ച് നീ സങ്കടപ്പെടേണ്ട കാര്യമില്ല. അവർ രണ്ടുപേരും മണ്ടയടഞ്ഞു പോയാലും നീ തീയിൽ കുരുത്തവനാണല്ലോ. കുരുത്തിട്ട് കാര്യമില്ല. എന്താ ഇപ്പൊ തീരുവ കുരിപ്പ്. എടാ എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കട്ടെ. പിന്നെ ഞാൻ ചോദിക്കട്ടെ. മീറ്റിങ്ങിന് പോണ്ട, ഞാൻ പറയണ കേക്ക്. വിശേഷങ്ങൾ അറിഞ്ഞിട്ട് പോയാ മതി. പിന്നെ എടാ നമ്മൾ പണ്ട് അവിടെ താമസിക്കുന്ന സമയത്ത് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകുമല്ലോ. അവിടെ ആ തെങ്ങും പറയല് ക്രിക്കറ്റ് കളിക്കാൻ പോണത് നിനക്ക് ഓർമ്മയുണ്ടാ? അവിടെ ഇപ്പോഴും തേങ്ങയൊക്കെ ഉണ്ടാടാ? നിക്കടാ നീ, ഞാൻ കാര്യങ്ങളൊക്കെ. അതുപോലെ അന്ന് നിന്നെ അവിടെ മറ്റേ ബിജുവിന്റെ അച്ഛനെ ഈ തെങ്ങി കെട്ടിയിട്ട് അടിച്ചപ്പോഴത്തേക്ക് നിന്റെ ഇവിടെ നല്ലൊരു പാടുണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ടാടാ? ആവശ്യമില്ലാത്ത സമയത്താണല്ലോ ഇതൊക്കെ ചോദിക്കുന്നത്. അല്ല എനിക്ക് നൊസ്റ്റു പഠിക്കണേ, അതുകൊണ്ടാ. താങ്കളുടെ നൊസ്റ്റു എന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനുമായിട്ട് ചേരുന്നില്ലേ? എനിക്ക് നിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനായിട്ട് ചേർന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. എടാ എന്റെ ഒരു അനിയത്തി കൊച്ചുണ്ട്, വകയിലയാ. അവക്ക് ഇപ്പൊ കല്യാണ പ്രായമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴാകുമ്പോ പറ്റിയ സമയമാണ്. നിനക്ക് നല്ല ജോലിയുണ്ട്, കെട്ടിച്ചു തരട്ടെ? കെട്ടിച്ചു തരാടാ. എന്താ വലിയൊരു എടാ ഞാൻ കെട്ടിച്ചു തരാന്ന്. എടാ നല്ല കൊച്ചാണോടാ, കെട്ടടാ. ഉറുമ്പരിച്ചിരിക്കുന്ന ജീവിതമാണ് എന്റെ. അതിനെന്താ? പ്ലീസ് എന്നെ മനസ്സിലാക്കിയിട്ട് എന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് നിന്റെ ഈ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അമ്മൻ പറയുന്നത്. നീ ആ കൊച്ചിനെ അങ്ങ് കെട്ട്. നല്ല കൊച്ചാണ്, നിലവിളക്ക് പോലൊരു കൊച്ചാണ്. നിനക്ക് മനസ്സിലാവുന്നില്ലടാ. എന്താ നിനക്ക് പിട്ടുവേല കഴിഞ്ഞ എനിക്ക് മീറ്റിംഗ് കൊണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിലവിളക്ക് പോലൊരു പെണ്ണിനെ കെട്ടിച്ചിരാന്ന് പറഞ്ഞിട്ട് നിനക്ക് എന്താ വേണ്ടാത്തത്? ഇതൊന്ന് പിടിച്ചേ. എന്തിന്? എടാ കത്തിക്കാൻ തിരിയില്ലെങ്കിൽ പിന്നെ എന്തിനാണോ നിലവിളക്കട പട്ടി?